ഇവനൊരു പണി കൊടുത്താലോ. എന്താടാ, പനിയാണോ? എന്താന്ന് അറിയില്ല, വല്ലാത്ത ഇറിറ്റേഷൻ. തലവേദന ഉണ്ടോ? ഉണ്ട്. മേലുവേനയോ? അതുണ്ട്. ഏയ് സീനൊന്നുമില്ല. പിന്നെ ഇതൊക്കെ എലിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. എലിപ്പനി സീനാണോ? വലിയ സീനൊന്നുമില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി ഡെഡ് ആവാറുണ്ട്. കണ്ണിനൊരു മഞ്ഞ കളർ കാണുന്നുണ്ടല്ലോ. കോംബോ ഓഫറായിട്ടൊരു മഞ്ഞപ്പിത്തവും കൂടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കുട്ടികളെ, ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റാറ്റ് ഫീവർ അല്ലെങ്കിൽ എലിപ്പനി എന്ന് പറയുന്ന അസുഖമാണ്. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് റാറ്റ് ഫീവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലെപ്റ്റോസ്പൈറോസിസ് എന്നും പറയാറുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ബ്ലഡ് വെസൽസിൽ രക്തലോമികകളുടെ നാശത്തിനാണ് ഈ ഒരു അസുഖം വഴി കാരണമാകുന്നത്. അങ്ങനെ ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ ആന്തരികമായിട്ടൊരു രക്തസ്രാവം ഉണ്ടാകുകയും അതുവഴിയാണ് നമ്മുടെ പേഷ്യൻസ് എന്ത് ചെയ്യുന്നത്, മരണപ്പെടുകയും ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ്. പല കാരണങ്ങൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വൈറസ് ബാധമുള്ള ഹെപ്പറ്റൈറ്റിസ് ആണ്. പ്രധാനമായിട്ടും ലിവറിനെ ബാധിക്കുന്ന, നമ്മുടെ കരളിനെ ബാധിക്കുന്ന വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണുള്ളത്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബില്ലിറൂബിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിലും നമ്മുടെ നെയിലിന്റെ പോർഷൻസിലൊക്കെ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള കളർ വരാറുണ്ട്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുക. പനി വരാനുള്ള പലതരത്തിലുള്ള പനികളുണ്ട്. എലിപ്പനിയും നമ്മൾ പറഞ്ഞതുപോലുള്ള ഹെപ്പറ്റൈറ്റിസും മാത്രമല്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ നടപടികളുടെ ഒക്കെ ഭാഗമാവുക. നിങ്ങളുടെ ആരോഗ്യം എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും